അടുത്ത ഉപരാഷ്ട്രപതിയെക്കുറിച്ചുള്ളതാണ്. ജഗദീപ് ധൻഖർ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന നിലയിലായിരുന്നു ആ വാർത്ത വന്നത്. എന്തൊക്കെയാണ് ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പല വിധത്തിലുള്ള സൂചനകൾ, അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. BJP-യുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മയാണ് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയത്. പ്രതിപക്ഷത്തിൻ്റെ ചില നീക്കങ്ങളോട് അദ്ദേഹം പ്രകടിപ്പിച്ച അനുഭാവം BJP-യിൽ അനിഷ്ടമായി. അങ്ങനെ പല വിധത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്തായാലും അടുത്ത ഉപരാഷ്ട്രപതി ആരാകും എന്നതിലും വലിയ ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് എന്ന്. നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് വലിയ അളവിൽ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന വേളയിൽ ബീഹാറിനൊരു കൃത്യമായ ഒരു പ്രാതിനിധ്യം നൽകുക, പരിഗണന നൽകുക എന്നതൊക്കെ BJP-യുടെ ഒരു പക്ഷേ വിഷയമായി പരിഗണിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ പേര് ആദ്യ പട്ടികയിൽ വരുന്നത്. ഒപ്പം തന്നെ രാംനാഥ് ഠാക്കൂർ, അദ്ദേഹം JDU-വിൻ്റെ നേതാവാണ്. കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയായ കർപ്പൂരി ഠാക്കൂറിൻ്റെ മകൻ കൂടിയാണ്. അപ്പോൾ അവിടെയും ബീഹാറിനുള്ള ഒരു പരിഗണന കൃത്യമായി പ്രകടമാകുന്നതെന്നാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള സാധ്യതാ പട്ടികയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം BJP-യുടെ ദേശീയ അധ്യക്ഷനായ JP നഡ്ഡ, അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എന്നതാണ് വിവരം. JP നഡ്ഡയൊക്കെ ആയിട്ട് നേരത്തെ ധൻഖർ ഫോണിൽ സംസാരിച്ചിരുന്നു. അതൊക്കെ ഈ പ്രശ്നങ്ങൾ രമ്യതയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ കേരള ഗവർണറാണ്, നിലവിൽ ബീഹാർ ഗവർണറാണ്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെയും ഈ സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒപ്പം മുഖ്താർ അബ്ബാസ് നഖ്വി, BJP-യുടെ പ്രധാനപ്പെട്ട മുസ്ലിം മുഖമാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഹരിവംശ് നാരായൺ സിംഗ്, അദ്ദേഹം രാജ്യസഭാ ഉപാധ്യക്ഷനാണ്, വളരെ പ്രസക്തമായ നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. ഒപ്പം രാജ്നാഥ് സിംഗ് ആണ്, പ്രതിരോധ മന്ത്രി സ്ഥാനം ചുമതല നിർവഹിക്കുന്ന ആളാണ് രാജ്നാഥ് സിംഗ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരും പരിഗണനയിലുണ്ട്. ആ നിലയിൽ മുന്നോട്ട് പോകുമെന്നറിയില്ല. എന്തായാലും വലിയ ചർച്ചകൾ അതിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത 2-3 ദിവസങ്ങൾക്കകം തന്നെ BJP-യിൽ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്.